നമസ്കാരം കൂട്ടരെ, രാജേഷ് കുമാറാണ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം. കൂട്ടരെ, ന്യൂ ഇയർ ആഘോഷിക്കും മുമ്പ് നിങ്ങൾ ഉറപ്പായിട്ട് ഈ വീഡിയോ കണ്ടിരിക്കണം. അതായത് ഞാൻ ക്രിസ്മസ് ആഘോഷിക്കും മുമ്പ് ഈ വീഡിയോ കാണണമെന്ന് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അത് കാരണം കൊണ്ടാണോ വീഡിയോ കണ്ടിട്ടാണോ ആക്സിഡൻ്റ് കേസുകളെല്ലാം കുറവായിരുന്നു. അപ്പം ന്യൂ ഇയർ ആഘോഷിക്കും മുമ്പും നിങ്ങൾ ഇതുപോലെ ഫോളോ ചെയ്യുക. അന്നേ ദിവസം നിങ്ങളുടെ ബൈക്കായാലും കാറായാലും ആ താക്കോല് വൈഫിൻ്റെ കയ്യിലോ മക്കളുടെ കയ്യിലോ കൊടുക്കുക. അന്നേ ദിവസം നിങ്ങൾ ആഘോഷിക്കുന്ന വേളകളിൽ അത് കഴിഞ്ഞിട്ട് വണ്ടി എടുക്കില്ല എന്ന് ഉറച്ചൊരു ശപഥം ചെയ്യുക. ഇപ്പം നമ്മളിപ്പോൾ ന്യൂ ഇയറിൻ്റെ എൻഡ് ഓരോരോ തീരുമാനങ്ങളെടുക്കും. ഞാൻ പുകവലി നിർത്തുന്നു, ഞാൻ മദ്യപാനം നിർത്തുന്നു. അത് ചിലവർ പ്രാവർത്തികമാക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് വർഷങ്ങളായിട്ട് അത് സാധിക്കുന്നില്ല. അത് ഞാൻ വീണ്ടും ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ കേരളത്തിലുള്ള മലയാളികളെല്ലാം ഒരു ഉറച്ച തീരുമാനം എടുക്കണം. അതായത് ന്യൂ ഇയർ ദിനത്തിൽ നമ്മൾ മദ്യപിച്ചിട്ട് വാഹനം ഓട്ടിക്കില്ല. ഒരു ആക്സിഡൻറ്റ് കേസ് പോലും ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജ് റിപ്പോർട്ട് ചെയ്യില്ല എന്ന് നമ്മൾ 100% ശപഥം ചെയ്യണം അന്നേ ദിവസം. അതായത് നമ്മൾ മലയാളികൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് ആക്സിഡൻറ്റ് കേസുകളിൽ നിന്നൊക്കെ ഒഴിവാൻ സാധിക്കും. കൂടുതലും നമ്മൾ നിസ്സാര അശ്രദ്ധ കൊണ്ടൊക്കെയാണ് ഈ ആക്സിഡൻ്റൊക്കെ ഉണ്ടാവുന്നത്. നിങ്ങൾക്ക് മാറിപ്പോയി അല്ലെങ്കിൽ വേറെ റൂമോ കാര്യങ്ങളോ എടുത്തിട്ട് സേഫ്റ്റി ആയിട്ട് നിങ്ങൾ എൻജോയ് ചെയ്തോളൂ. അതിന് മറ്റേ ബീച്ചുകളുണ്ട്. അങ്ങനെ ആഘോഷം ഒരു ദിവസം ഫുള്ള് അവിടെ സ്റ്റേ ചെയ്യേണ്ട ഓപ്ഷനുണ്ട്. അതുകൊണ്ട് അന്നേ ദിവസം ആരും റിസ്ക് എടുക്കരുത്. അന്നേ ദിവസം നല്ല ചെക്കിംഗ് ആയിരിക്കും. പേരദോഷം പെറ്റി നല്ലൊരു ദിവസമായിട്ട് അകത്തുപോയി കിടക്കേണ്ടി വരും. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കി സേഫ്റ്റി ആയിട്ട് ആഘോഷിക്കുക. ന്യൂ ഇയർ ഇനിയും അടുത്ത വർഷം ന്യൂ ഇയർ ഉണ്ടാവും. അന്നും നമുക്ക് ആഘോഷിക്കണം. ആഘോഷം വരും പോവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ക്രിസ്മസ് ദിനത്തിലും വല്ല രീതിയിലുള്ള ആക്സിഡൻറ്റ് കേസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കൂട്ടരെ, ഞാൻ വേറെ ഒന്നുമില്ല. ഞാൻ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നെക്കൊണ്ടാവുന്നത്. അതായത് ഈ ആക്സിഡൻറ്റ് മേഖലയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വിഷമവും കാര്യങ്ങളും എനിക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ നിരന്തരം ഇങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപകടം ഉണ്ടാവാൻ എളുപ്പമാണ്. പക്ഷേ നമുക്ക് വണ്ടിയുടെ ഡാമേജ് പരിഹരിക്കുക. നമ്മൾ ത്രൂ ജീവൻ നമുക്ക് തിരിച്ചു കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അത് ദൈവത്തിന് മാത്രമേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് സുരക്ഷിതമായിട്ട് വാഹനം ഓട്ടിക്കുക. ഇപ്പം നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ നോക്കിക്കഴിഞ്ഞാൽ ഈ വണ്ടികളെക്കുറിച്ചുള്ള സേഫ്റ്റി ഡ്രൈവിങ് അങ്ങനത്തെ കുറേ വീഡിയോസാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ വീഡിയോ ഉണ്ടെങ്കിൽ മാക്സിമം എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഓരോ സബ്സ്ക്രൈബറും എന്ന് വെച്ചാൽ